തുടക്കം തൊട്ടേ ഫ്ലാഷ് ബാക്ക്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഈ മഹാഭാരതം സീരിയലില് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഐറ്റം, വേറെ ഉണ്ട്, കാണിക്കണം. വൃത്തിയിട്ടോനെ നീ എന്ത് തെണ്ടിത്തരവ് കാണിച്ചു? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാർ വളഞ്ഞ് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. എങ്ങോട്ടേ കാണാവോ? ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരടിപൊളി സ്ഥലമുണ്ട്. എന്താ? ഞാൻ ബിജു പോലോസ്, ടൗൺ എസ് ആണ്. ഒരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത് ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ നിർവാ വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എന്റെ വണ്ടി വന്നോളാം. നന്നായിട്ട് പഠിക്കണേ. സംഭവം എനിക്ക് പള്ളിയതാ. ആ സാധനത്തിന്റെ കൂടെ കളിക്കണേ ഞാനും ഓർത്തില്ല. ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയങ്കര മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. എടിതെന്റെ അഭിമാന പ്രശ്നമാടാ. അവള് നേരിട്ട് വെല്ലുവിളിച്ചേക്കണേണ്. ആത്മാഭിമാന സീരിയലിലെ വിളിക്കുന്ന ഒരു മച്ചാനാണ് ഞാൻ. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. ഗപ്പായിട്ടാണ് വരും. ഗപ്പ്. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി. കളി തുടങ്ങാതെ നടന്നോട്ടെ. രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ഉറക്കൊന്നുമില്ലേ? എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണ്. എല്ലാം ഉണ്ടല്ലേ, ഒരു വലിക്കുള്ള എല്ലാ സാധനം കയ്യിലുണ്ട്. കൈയൊക്കെ നല്ല ടൈം കാര്യങ്ങളൊക്കെ നടക്കണില്ലേ? ആണല്ലോ. ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല. സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത്. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് ട്ടോ മോനെ. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ. വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. തൃപ്പൂണിത്തുറ പോലീസാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അത് 5 ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. നമ്മുടെ പേരെന്താ? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. ലഹരി വേട്ടയിൽ കുടുങ്ങിയിരിക്കുന്നു റാപ്പറായ വേടൻ. വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇനി
ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ ചടങ്ങാണ്. ശരൺ, പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്, മുതലാളി മറന്നുപോയതാ. എന്റെ പൊന്നു മക്കളെ, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണാണ് മക്കളെ. പ്ലീസ് ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണാണ് മക്കളെ. നമ്മൾ കാണല്ലേ, എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ. അശോ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ശരൺ. ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് ഉപയോഗം സമ്മതിച്ചിരുന്നു. വേടൻ നന്നായിട്ട് പഠിക്കണേ. ഈ പിള്ളേരെ മൊത്തം ചീത്തയാകുന്നവനാ സാറേ, പക്ഷെ നേറിയുള്ളവനാണ്. 6 ഗ്രാം കഞ്ചാവുമായാണ് കിരൺ എന്ന വേടൻ കഞ്ചാവുമായി പിടിയിലാകുന്നത്. വേടൻ എന്തെങ്കിലും പറയാനുണ്ടോ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ. ഞാൻ വന്നിട്ട് എല്ലാവരോടും പറയും, ഈ തിരക്കൊന്നും മാറട്ടെ. ഓക്കേ ഉപയോഗിച്ചിരുന്നു, എന്റെയാണ് പിടിച്ചേക്കണത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വന്നിട്ട് പറയും. സത്യസന്ധനായ കള്ളൻ. സിനിമ ചെയ്തതിനൊക്കെ ഈഡി റൈഡ് വരുന്ന കാലഘട്ടമാണ്. പ്രധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളൂ ദയവ് ചെയ്ത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. സത്യം പറഞ്ഞ ഇവന്റെ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അലങ്കോഴി കൂവ. ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന സമാധിയാകാൻ പോകുന്നുവെന്ന് പറഞ്ഞ അച്ഛനെ സ്ലാബിട്ട് മൂടിയെന്നാണ് മക്കൾ മൊഴി നൽകിയത്. കളറായിട്ടുണ്ടല്ലോ. എന്തായാലും വളരെ വിചിത്രമായൊരു സംഭവമാണത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുനീഷ? അതായത് പിതാവായ ഗോപൻ അദ്ദേഹം സമാധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെ നിന്നും മരണപ്പെട്ടു. അതിനുശേഷം ഈ മകൻ ഇവിടെ സ്ലാബ് ഇട്ട് മൂടി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. I feel something fishy. വെളുപ്പാങ്കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ പുഴയെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. ബ്യൂട്ടിഫുൾ. അച്ചു, ഒരു പ്രശ്നമുണ്ട്, നമുക്കൊന്ന് പ്രതികരിക്കണം. എന്താ പ്രശ്നം? പെട്ടെന്ന് ദിവസം ഒരു രാവിലെ കഴിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. 11:30 മണിയായപ്പോൾ എന്റെ അച്ഛൻ കാലത്ത് വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി. എന്നിട്ട് എന്താ അയാൾ മരിച്ചു പോയി. എന്നിട്ട് ഈയനേക്ക് മുമ്പ് ഞാൻ അതിന് തക്കനെന്ന് കുഴിച്ചിട്ടു. ലവിടെ ലോനപ്പാ തല ലവിടെ ലുടൽ അതിന്റെ ലപ്പുറത്താട്ടോ. എന്തൊക്കെയാണ് നടക്കുന്നേ? ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളതാണോടാ? അതെന്നാ ചോദ്യം സംഭവിച്ചത്. ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര കാലത്തില് ഇതെന്നാ പറയുന്നത്? BP-ക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. ഇവിടെ എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. BP-യുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. ഈ പറഞ്ഞത് ന്യായം. ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാരും എല്ലാം പറയണ്ടേ? അങ്ങനെ പാടില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. കേട്ടുകേൾവില്ലാത്തൊരു സംഭവമല്ലേ ഇതൊക്കെ? വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. മൊത്തത്തിൽ കേട്ടിട്ട് എനിക്ക് നല്ല ലോജിക്കും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ട് ഒന്ന് പോയി. ഇത് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി മൂട് പോവും സമീറ. നിങ്ങൾ എന്താണ്
ഞാൻ മാറ്റൂല, എനിക്ക് പറ്റൂല. ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അച്ഛൻ മയിലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും ഒയിലിടാനുള്ള ദിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. ഞാൻ ഞെട്ടി. പക്ഷെ വാസുവേട്ടൻ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ദൂളത്തരവാടാ ഈ പറയുന്നത്. വിഷ്വൽ സാർ കാര്യം മനസ്സിലാക്കണം. ഇക്കണ്ട ആളുകൾ അത്രയും പൊട്ടന്മാരൊന്നുമല്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. നീയാണല്ലോ കോടതി. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കുക. ഞാൻ പറയുന്നതിന് എന്റെ തള്ള, എന്റെ പൊന്ന് തള്ള, നടന്നു പോയി അദ്ദേഹം അവിടെ ഇരുന്ന് സമാധിയായി. വേറെ ഒരു മാറ്റമില്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ ഇറങ്ങാം. എല്ലാ ചെക്കന്മാരും അവരവരുടെ പെൺകുട്ടികളെ ആദ്യമായിട്ട് കാണുന്നത് ബീച്ചിലോ കോഫി ഷോപ്പിലോ ഉത്സവപ്പറമ്പിലോ ആയിരിക്കും. പക്ഷെ ഞാൻ എന്റെ ഓർമ്മയെ കണ്ടത് ഇവിടെയൊന്നുമല്ല. പിന്നെ ഹലോ, കളക്ടർ വന്നു, അങ്ങോട്ട് എഴുതിക്കോ. ഇന്ന് ചെയ്യാന്നുള്ളൊരു ആദ്യത്തെ തീരുമാനം. ഇത് കളക്ടർ സോമസുന്ദരൻ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ തിരിഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെ കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. ആഫീസർമാരായ ഇങ്ങനെ എന്തൊരു ഐശ്വര്യം, എന്തൊരു തേജസ്. മുഖത്ത് നോക്കിയ കണ്ണഞ്ചിപ്പൂ. അത്രയ്ക്ക് ഒരു രാജകലയാ. കുഞ്ഞിനാമേട്ടനെ കാണാൻ ചെത്തായിട്ടുണ്ട്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. സൗന്ദര്യമേ അസൂയപ്പെടുന്നത്ര അഴക്. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല. നമ്മളൊരു ഉത്തരവിന്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഇഷ്ടായി, എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഭാരം തന്നെ ശരിക്കും സൂപ്പർ. ഇവൻ ഇത്രയും വലിയ ആളായ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അവളെ കണ്ട നിമിഷം മുതൽ എന്റെ ഹൃദയം ദിസ് ഇസ് ഇറ്റ് ഇരിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? മുൻകരുതലിൽ പാളിച്ചല്ല. നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ബസ് വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടനെ ഓർത്തുകൊണ്ടിരുന്നു. ആരോടും വിനയത്തോടും മര്യാദയോടും കൂടിയേ പെരുമാറും. ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിവൈഎസ്പിയോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ നിമിഷം തന്നെ ഈ ഹൃദയത്തിന്റെ കോണിൽ പ്രണയഭാരം കൂടി. ഒരു 1.5 മണിക്കൂറെ കാണും. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കേറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഐ ഫെൽറ്റ് ഇറ്റ്. ഇൻസ്റ്റഗ്രാമിലുണ്ടോ? ഏത് സോഫിയുടെ ഐഡി? സഹിൻ, മറ്റൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തത്, ഒരു കാമുകനും കാമുകയും തമ്മിലുള്ള പരാതിയും കൂടി പോലീസ് അവിടെ പരിഹരിക്കാനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. കുഴിമന്തി കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ കൂട്ടിയില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്.
അപ്പോഴാണ് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവിടെ നിൽക്കുന്നുണ്ട്. ആൺകുട്ടി നിൽക്കുകയാണ്, പെൺകുട്ടിയെ വനിതാ പോലീസുകാർ ഇരുത്തി അവർ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ശകാരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള വഴക്കിന്റെ കാര്യം പോലീസിനോട് പറയുന്നത്. അതിങ്ങനെയായിരുന്നു. അല്പനേരം മുൻപ് ഈ പെൺകുട്ടിയുടെ കാമുകൻ കുഴിമന്തി കഴിക്കാൻ പോയി. അത് കാമുകിയോട് പറഞ്ഞില്ല. എന്നോടിത് വേണ്ടായിരുന്നു. പിന്നീട് ഇയാൾ കുഴിമന്തി കഴിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പെൺകുട്ടി കൈയോടുകൂടി പിടിക്കുകയായിരുന്നു. നീ എന്ത് തോന്നിയ കാണിച്ചേ? നീ എന്നെ കുറിച്ച് ഓർത്തോ? തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പിന്നീട് അത് വലിയ തർക്കത്തിൽ കലാശിച്ചു. വഴിയിൽ കിടന്ന് ഉന്തും തള്ളുമായി വഴക്കായി. ഞാൻ തെറ്റാണോ? എന്താ ഞാൻ പറയും മോളോട്? ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. അന്നത്തെ കാലമല്ല ഇത്. ഇപ്പോഴത്തെ പിള്ളേർ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല. അത് നാട്ടുകാർ പറഞ്ഞ പോലീസുകാർ അറിയുകയും അവിടെ ഉണ്ടായിരുന്ന പിങ്ക് പോലീസ് ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത്. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാൻ. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമാകുന്നു. അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തുന്നു എന്നുള്ളതും കൂടിയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. സഹിൻ ലൈവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോറൽ കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. അതായത് എന്ത് കഴിക്കാൻ പോയാലും കൂടെയുള്ള ആളുകളെയും കൂടി കൂട്ടുക, അല്ലെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാതിരിക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഓർക്കേണ്ടത്. It's kind of tricky question, maybe controversial one. Do you prefer Manju Warrier or Kavya Madhavan? Why? പാഴത്തരം പറയാടേ. സിൽമാടി ഐശ്വര്യ റായ്ക്കും നമ്മുടെ അടുക്കള അയക്കുന്ന അന്നമ്മയ്ക്ക് ഒരേ വിലയാണ്. രണ്ടും പെണ്ണ് തന്നെയല്ലേ? By the way, this wasn't my question, this thing. It was given by the team. So please don't blame me. ഇവനാണ് അതിന് കാരണക്കാരൻ. Manju Warrior or Kavya Madhavan? ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല. ഇനി രാവണന്റെ വരവാണ്. എനിക്ക് ഗർജിക്കാൻ സമയമായി. കവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട. ചോദിച്ചോ? വേണ്ട, കണ്ടാത്തോണ്ട. എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു, can I have one glass of chai and പഴംപൊഴി എന്തോ പറഞ്ഞ അല്ലേ? സാറെന്താ ഇവിടെ വരുന്ന വിവരത്തിന് കത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. ശോഭ, പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. അതെന്നെ, ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അതിലത്തൊരു തിരിച്ചറിവും ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം ശരിക്കും മാർക്ക് കൊടുക്കണ്ട. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. വാട്ട് ഈസ് എ വുമൺ? എന്തൊക്കെയാ ബിൻചേട്ടാ? എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. Who are you? What are you doing? ഇതൊക്കെയാണോ ചോദ്യം? രണ്ട് ചോദ്യം പറയൂ. ഞാൻ അത്രക്കാരൻ. എനിക്ക് ആ പടം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനമാണ് ശ്രീനിവാസൻ സാർ. അതെ, ശ്രീനിവാസൻ സാറിന് എങ്ങനെ ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന് എനിക്ക്
തന്നെ കൂടെ തോറ്റുള്ളൂ. I also failed of you. പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. അതൊരു മറ്റേ ഫാഷൻ മോഡൽ ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ? നിങ്ങൾ ചോദിച്ച പോലത്തെ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ച പോലത്തെ ചോദ്യം അതേ സ്റ്റാൻഡേർഡ്. കിട്ടിയല്ലോ. അയ്യോ കഴിഞ്ഞില്ല. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. Asking me if I prefer Manju Warrior or Kavya Madhavan is asking me to choose between sun and the moon. Beautiful. പെമ്പിള്ളരായ ഇങ്ങനെ ഇരിക്കണം. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. പെണ്ണെ നീ തീയാകുന്നു. തീ പൊള്ളിപ്പോയി. ഗീതമോൾ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. Because I'm a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. Both women are right in their way. Both women are strong and I am no one to judge you, nor you are. Thank you so much. പക്ഷേ ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെ പറ്റി, അതും ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണം. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്ത് ഒബ്ജക്ഷൻ? പോയിന്റ് അല്ലേ അയാൾ പറയണത്? ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. സംശയമില്ല സാർ. ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി.